നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കേട്ടോ. അതായത് നോമ്പ് മാസം ആരംഭിക്കുകയാണ്. നോമ്പ് മാസത്തിന് എന്തൊക്കെ ഭക്ഷണം ആണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അല്ലേ. നോമ്പ് ആകുന്ന ടൈമിൽ, അതായത് റംസാൻ മാസത്തിൽ നോമ്പാകുന്ന സമയത്ത് ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലി വരാറുണ്ട്. എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ടത്? കാരണം നോമ്പ് സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും ഡയറ്റ് എടുക്കാനായിട്ട്. കറക്റ്റായിട്ട് 1 മന്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റ് കുറയുകയും ചെയ്യും. നോമ്പെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ശുദ്ധീകരണം തന്നെയാണ്. എന്നാലും പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാം എന്നാലാണ് വെയിറ്റ് കുറയുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നോമ്പ് തുടങ്ങുന്നത് തന്നെ രാവിലെ നമ്മൾ അത്താഴം കഴിക്കുമല്ലോ. അപ്പോൾ അത്താഴത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും അത്താഴം നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ രാവിലെ എന്താ കഴിക്കാൻ പറ്റുന്നത്? രാവിലെ മിക്കവരും കഴിക്കുന്നത് ചോറ് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചോറ് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾ വേണം. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആഹാരം എന്തെങ്കിലും വേണം. അതായത് എഗ്ഗോ ഫിഷോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ചിക്കനോ ഫിഷോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു പാം സൈസ്, ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന ആ സൈസാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. അത് കഴിച്ചാൽ മതിയാവും. ഓക്കെ, കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പാടില്ല. റെഡ് മീറ്റ് ഒന്ന് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ ചോറ് അങ്ങനെ കഴിക്കാം. ഇനി ചായ കുടിക്കുന്നവരുണ്ട്. ചായ ഒരിക്കലും അത്താഴത്തിന് കുടിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതായത് വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചായ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ക്ഷീണം തളർച്ചയൊക്കെ കൂടുതലാകും അത്താഴത്തിന് ചായ കുടിച്ചാൽ. പലരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവുന്നു. ഒരിക്കലും ഇല്ല, നമ്മൾ ടയേർഡ് ആവേ ഉള്ളൂ. ചായ കുടിക്കാതെ നിങ്ങളൊന്ന് നോക്കിക്കേ, 2 ദിവസം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ക്ഷീണം തളർച്ചയൊക്കെ നന്നായിട്ട് കുറയും. നമുക്കധികം ദാഹവും ഉണ്ടാവത്തില്ല ഈ ചായ രാവിലെ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ. ചായ കോഫി ഒന്നും പാടില്ല രാവിലെ. ഇനി പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ സമയത്ത് പാല് യൂസ് ചെയ്യാം, മുട്ട കഴിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു വശത്ത് ചോറ്, അത് കറികളൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അത് ഇഷ്ടം അല്ല, ലൈറ്റായിട്ട് മതി എന്നുള്ളവർക്ക് എഗ്ഗ്, നേന്ത്രപ്പഴം, പാല്, ആ കോമ്പിനേഷനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എഗ്ഗും നേന്ത്രപ്പഴവും മാത്രം ഉപയോഗിക്കാം. ഇനി ഒട്ടും സമയമില്ല, അത്താഴത്തിന് എഴുന്നേറ്റ് ആ സമയത്ത് പെട്ടെന്ന് കഴിച്ച് പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. തലേദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. രാത്രി തന്നെ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുക. അതിലോട്ട് തിളച്ച പാല് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 3 ബദാം ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിടാം. ഒരു 2 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും ഇടാം. ഇനി ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ആപ്പിൾ നല്ല ഓപ്ഷനാണ്. അതുപോലെ റോബസ്റ്റ, അധികം പഴുക്കാത്ത റോബസ്റ്റ വേണം കേട്ടോ, അത് കട്ട് ചെയ്ത് ഇടാം. അങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഹണി വേണമെങ്കിൽ, ചെറുതായിട്ട് മധുരത്തിന് ഹണി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വാഷ്റൂമിലൊക്കെ പോകുമല്ലോ, അതിന് മുന്നാലെ ആയിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് അത് കഴിക്കാം. അപ്പോൾ അത്താഴത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അത്താഴത്തിന് വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാം. ഇനി നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡ്. ഓക്കെ, രാത്രി മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം നോമ്പ് തുറക്കുമല്ലോ, ആ ഫുഡ് എന്തായിരിക്കണം? പലർക്കും പല ഒരു എന്താ പറയുക, പല തീരുമാനങ്ങളുണ്ടാവും. ചിലർ പറയുന്ന കേൾക്കാം ലൈം ജ്യൂസ് കുടിക്കാൻ പാടില്ല, ചിലർ പറയും കുടിക്കാം എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അല്ലേ. നോമ്പ് തുറക്കേണ്ടത് ഈന്തപ്പഴം ഉപയോഗിച്ച്, അത് എല്ലാവർക്കും അറിയാം. ഈന്തപ്പഴത്തിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അയൺ റിച്ച് ആണ്, വൈറ്റമിൻസ് നന്നായിട്ടുണ്ട്, മിനറൽസ് ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നോമ്പ് തുറക്കാനായിട്ട് ഈന്തപ്പഴം യൂസ് ചെയ്യുന്നത്. ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല, ബ്ലോട്ടിങ് കുറയും. ഈന്തപ്പഴം ആദ്യമേ കഴിച്ചു കഴിഞ്ഞാൽ വയറിലെ ആസിഡിറ്റി, ബ്ലോട്ടിങ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അത് സഹായിക്കും. ഇതിന് ശേഷം നാരങ്ങ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ചെറുനാരങ്ങ എന്ന് പറയുന്നത് പുറമെ മാത്രമേ അസിഡിറ്റി ഉള്ളൂ, നമ്മുടെ വയറിൻ്റെ ഉള്ളിലെത്തി കഴിയുമ്പോൾ അതൊരു ആൽക്കലൈൻ ടെക്സ്ചറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെറുനാരങ്ങ വെള്ളം യൂസ് ചെയ്യാം. പഞ്ചസാര വേണ്ടവർക്ക് സ്വല്പം മധുരം ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനി ഡയറ്റ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
മധുരത്തിന് പകരം ഹണി വേണമെങ്കിൽ ചെറുതായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും പാടില്ല. ഇപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഹണിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നാലും ഹണിയിലൊക്കെ കുറച്ച് മെഡിസിനൽ വാല്യൂ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കുടിക്കാം. അതിനുശേഷം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈഡ് സാധനങ്ങൾ ദയവ് ചെയ്ത് നോമ്പ് തുറക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ഒരിക്കലും കുറയത്തില്ല. ഓക്കെ, അപ്പോൾ ഫ്രൈഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക. ഇനി ചായയുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കടിക്കണം എന്നുണ്ടെങ്കിൽ അടയോ അങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന, മധുരം കുറച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ചിലത് ചിക്കൻ്റെയൊക്കെ മിൻസ് ചെയ്തിട്ട് അട പോലൊക്കെ ഉണ്ടാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കും. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് 2 എണ്ണം, ക്വാണ്ടിറ്റി അധികം പാടില്ല, 2 എണ്ണം ചെറുതാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മെയിൻ ഫുഡാണല്ലേ. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പൊറോട്ട ഒഴിവാക്കാം, പൊറോട്ട വേണ്ട. അല്ലാതെ പത്തിരിയോ ഇടിയപ്പോ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ക്വാണ്ടിറ്റി നോക്കണം, പോർഷൻ സൈസ് എപ്പോഴും നോക്കണം. മാക്സിമം ഒരു 3 എണ്ണമൊക്കെ മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, സാലഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ ഇറച്ചിക്കറിയൊക്കെ യൂസ് ചെയ്യാം, ചിക്കനോ ബീഫോ ഒക്കെ യൂസ് ചെയ്യാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. കാരണം അത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് കഴിക്കുന്ന ഫുഡാണ്. അതുകൊണ്ട് തന്നെ വലിയ റെസ്ട്രിക്ഷൻ അതിൽ കൊടുക്കേണ്ട കാര്യമില്ല. പോർഷൻ സൈസ് ഒന്ന് നോക്കാം. ചിക്കൻ കറി യൂസ് ചെയ്യാം, ഫിഷ് കറി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് കുറയ്ക്കും. ഇപ്പോൾ കറി വെക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് എണ്ണയിൽ കുളിപ്പിച്ചിട്ട് വെക്കാതിരിക്കുക. ഓക്കെ, കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ യൂസ് ചെയ്യുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ തറാവീഹ് നിസ്കരിക്കുന്നവർ അത് കഴിഞ്ഞിട്ടായിരിക്കും ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ നോക്കുക. പക്ഷേ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെജിറ്റബിൾ കുറച്ച് കൂടുതലും കഴിക്കുക, അപ്പോൾ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞോളും. ഓക്കെ, വെയിറ്റ് കുറയ്ക്കണം എന്നോ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാം, വെജിറ്റബിൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കാം. ഇനി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണം, ചെറുതായിട്ടൊന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത ഫ്രൂട്ട്സ് വളരെ നല്ല ഓപ്ഷനാണ്. എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ സമയം ഉപയോഗിക്കാം കേട്ടോ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെ ചിലർ ചോദിക്കും വർക്കൗട്ട് അലൗഡ് ആണോ എന്ന്. യോഗ ചെയ്യാം, വളരെ നല്ലതായിരിക്കും. തറാവീഹ് നിസ്കരിക്കാൻ പോകുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ടയേർഡാവും. അപ്പോൾ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ ചെയ്യാത്തവർക്കാണെങ്കിൽ യോഗ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. യോഗ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നിസ്കരിക്കാൻ പോകുന്നവർക്ക് കറക്റ്റായിട്ട് അത് ചെയ്താൽ മതിയാവും. വേറെ വർക്കൗട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിസ്കാരവും വർക്കൗട്ടുമായിട്ട് കമ്പയർ ചെയ്തെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ശുദ്ധീകരണം തന്നെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ കാര്യം. ഞാൻ വിചാരിക്കും നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ നോക്കുവാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സുബഹി നിസ്കാരമുണ്ട് അല്ലേ, അതൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ അത് കഴിഞ്ഞുള്ള നിസ്കാരത്തിൻ്റെ ടൈം വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് അല്ലേ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാം. ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഇരിക്കലോ കിടക്കലോ ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 3 മണി, ആ 4 മണി സമയം, അത് നമ്മുടെ ചായ കുടിക്കുന്ന ടൈം, ടീ ടൈം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു ആക്ടിവിറ്റി, ഒരു നിസ്കാരം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിൻ്റെ ടൈമാണ് വരുന്നത് അല്ലേ. മഗ്‌രിബിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ടൈമിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്തിനുള്ള ഒരു ടൈമിങ് അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവർക്കും ആ സയൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിലും ആ ഒരു ടൈമിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പക്കയായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സമയമാണ്. ഇഷയ്ക്ക് മുമ്പ് ശരിക്കും നമ്മൾ ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചിട്ട് വേണം ഇഷ നിസ്കരിക്കാനായിട്ട്. അപ്പം ഈ പക്ക ആ ഒരു പ്രോപ്പർ വേയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല. വളരെ കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല. അതുപോലെ തഹജ്ജുദ് നിസ്കാരം, വെളുപ്പിനെയുള്ള നിസ്കാരം, അത് നിസ്കരിക്കുമ്പോൾ തന്നെയും ഒരുപാട് പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് ആ ടൈമിൽ നിസ്കരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ മൂഡ് സ്വിങ്, ഡിപ്രഷൻ, ഇതൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം ഉണ്ടെങ്കിൽ ആ ടൈമിലൊന്ന് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം നോമ്പിൻ്റെ ഒരു ഡയറ്റ് പ്ലാനാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ.
അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്താഴത്തിന് ചായ കോഫി പാടില്ല, വെള്ളം ധാരാളം കുടിക്കണം അത്താഴത്തിന്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ടീ കുടിക്കാൻ കുഴപ്പമില്ല, ടീയോ കോഫിയോ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മധുരം ഇട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. അതുകൂടാതെ ഈ സ്നാക്സ് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒരു മാസം നിങ്ങൾ ഒഴിവാക്കി നോക്കൂ, കറക്റ്റായിട്ട് നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് നോമ്പ് ഒരു മാസം കഴിയുമ്പോഴത്തേനും മാനസികവും ശാരീരികവുമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.